ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രം ജർമ്മനി. ഇപ്പം ഞങ്ങളുള്ളത് ജർമ്മനിയിലാണ്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ ബാക്ക് സൈഡാണിത്. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാം, ഹോട്ടലിൽ ഇങ്ങനെ ഇല കൊഴിഞ്ഞിട്ടുള്ളത്. ഓട്ടം സീസണിൻ്റെ എൻഡായി, അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞിട്ട് കാണുന്നത്. ബട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ. ആൻഡ് ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ. ഇതായിട്ട് മഴ പെയ്യുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, നല്ല ക്ലൈമറ്റാണ്. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ആൻഡ് ഇന്ന് നമ്മൾ പോകുന്നത് ജർമ്മനിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചേർച്ചിലാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സിറ്റി ടൂറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ ഇന്നത്തെ ഹോൾ ഡേ ഇന്ന് ആണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ജർമ്മനി തന്നെയാണ്. സോ ഈ വ്ളോഗിൽ കാണുന്നത് ജർമ്മനിയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ സ്റ്റേ ട്യൂൺ. ഇപ്പോൾ നമ്മൾ കൊളോണിലാണ് ഉള്ളത്. ജർമ്മനിയിൽ കൊളോൺ എന്ന് പറയുമ്പം മിനി വുഡ് നോ, കൊളോണിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ചേർച്ചാണ് കൊളോൺ ചേർച്ച്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചേർച്ചിലൊന്നാണ്. മിത്തും ഒരു ഹിസ്റ്ററിയും ഒക്കെ ക്യാരി ചെയ്യുന്ന ഒരു അസാധ്യ മാൻമെയ്ഡ് മാസ്റ്റർ പീസാണ് ഈ കൊളോൺ ചേർച്ച് എന്ന് പറയുന്നത്. 600 ഇയേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടാണ് ഇതിന്റെ 600 ഇയേഴ്സ് എടുത്തു അത് പണിയാൻ, എന്നിട്ട് സ്റ്റിൽ അത് ഇൻകംപ്ലീറ്റ് ആണെന്ന് പറയുന്നത്. 600 ഇയേഴ്സ് കഴിഞ്ഞിട്ടും അതിന്റെ പണി കംപ്ലീറ്റ് ആവാത്തതിന്റെ റീസൺ ആണ് ഇതിന്റെ മിത്ത് എന്ന് പറയുന്നത്. അത് പല കഥകൾ കേട്ടിട്ടുണ്ടാവും. അത് ഡെവിളുമായിട്ടുള്ള ഒരു ഡീല് ബ്രേക്ക് ചെയ്ത് ഡീലിൽ ബിൽഡ് ചെയ്ത പള്ളിയാണ്. ബട്ട് ആ ഡീല് എവിടെ വെച്ചോ ബ്രേക്ക് ആയതുകൊണ്ട് ഡെവിൾ ഈസ് നോട്ട് അലോവിങ് ദാറ്റ് ചർച്ച് ടു കംപ്ലീറ്റ്. അങ്ങനെയൊക്കെ കഥകളുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ് കാര്യം. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ, അതായത് എനിക്കൊന്നും മേ ബി സെക്കൻഡ് ഓർ തേർഡ്, എനിക്ക് കറക്റ്റ് അറിയില്ല, വലിയ പള്ളികളിലൊന്നാണത്. ഒരു ഹ്യൂമങ്കസ് ചേർച്ചാണത്. അത്രയും വലുതാണ്. നമ്മുടെ രാജേഷിനെക്കാളും അത്രയും വലുപ്പമുണ്ട്. അതായിരിക്കും ഞങ്ങളുടെ ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലേ. ആൻഡ് സച്ച് എ ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ്, ബ്യൂട്ടിഫുൾ പ്ലേസ്. ശരിക്കും ഈ മേപ്പിൾ ട്രീസിലെ എല്ലാം കൊഴിഞ്ഞിട്ട് കാണാൻ പണ്ട് നോട്ട്ബുക്സോ എന്താ പറയാ അങ്ങനെയൊക്കെ മാത്രമേ അങ്ങനെയൊക്കെ ഇത് കണ്ടിട്ടുള്ളൂ. നേരിട്ട് കാണുമ്പോൾ നല്ല രസം. ഫോട്ടോസ് എടുക്കാന്ന് വെച്ചാൽ എല്ലാ ഫ്രെയിമും നല്ല രസമുണ്ട്. അങ്ങനെ ഇവിടെ നമ്മൾ ഇപ്പം ബാക്കിൽ നോക്കുമ്പോൾ ഇങ്ങനെ BMW, ഇപ്പോഴത്തെ മെർസിഡീസ് ഉണ്ട്. അപ്പോൾ ശരിക്കും ഇവന്മാരുടെയൊക്കെ നാടാണ് ജർമ്മനി. നമ്മൾ അവിടെ മെർസിഡീസിൻ്റെ മ്യൂസിയത്തിൽ പോകുന്നുണ്ട്. സോ ഈ നമ്മുടെ നാട്ടിലെത്തിയിട്ട് ടാറ്റ കാർ കാണുന്ന ഫീലാണ് നമ്മളിവിടെ ജർമ്മനിലെത്തിയിട്ട്. ജർമ്മനിൽ അഫ്കോഴ്സ് ഇങ്ങനത്തെ ഈ ഈവൻ BMW പോലും അത്ര ലക്ഷറി ഒന്നും അല്ല. ബട്ട് സ്റ്റിൽ അവന്മാരുടെ നാട്ടിലെത്തിയിട്ടാണ് അവന്മാരുടെ വണ്ടികൾ കാണുന്നത്. സോ അതൊരു രസമാണ്. ഞങ്ങൾ പോയത് നവംബർ മാസത്തിലായതുകൊണ്ട് തന്നെ മേപ്പിൾ ലീവ്സ് ഒക്കെ കൊഴിഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. പക്ഷെ എന്നാലും അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. അങ്ങനെ കുറച്ച് ട്രാവൽ ചെയ്ത ശേഷം സ്ഥലമെത്തി ഞങ്ങൾ ബസ് ഇറങ്ങിയപ്പോൾ കുറച്ചൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു മഴയൊക്കെ കൊണ്ട് ജർമ്മൻ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുന്നത്, അത് ഓരോ മിനിറ്റും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ നമ്മൾ കൊളോൺ ചേർച്ചിൻ്റെ അടുത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ട് പോവാണ്. അതിൻ്റെ അടുത്തുള്ള സ്ട്രീറ്റാണ്. റോഡ് ക്രോസ് ചെയ്യണം. അത്ര ചില്ലി വെതറല്ല, അത്ര തണുപ്പില്ല. ബസ്സിൽ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ മഴയൊക്കെ മാറിയിട്ടുണ്ട്, ക്ലൈമറ്റ് ബെറ്റർ ആയിട്ടുണ്ട്. സോ എക്സൈറ്റഡ് ടു സീ കൊളോൺ. And here it is, the epic Cologne church. സത്യം പറഞ്ഞാൽ ക്യാമറ എത്ര ടോപ്പ് ആംഗിളിലേക്ക് കൊണ്ടുപോയിട്ടും ഇതിൻ്റെ ഒരു എൻഡ് എത്തുന്നില്ല. അത്രയും ടോളാണിത്. ഇനി മേലോട്ട് നോക്കിയാൽ കഴുത്ത് വേദനിക്കുന്നുള്ളതുകൊണ്ട് വേഗം അകത്തേക്ക് പോകും. ചേർച്ചിൻ്റെ ഉള്ളിലേക്ക് കടക്കും തോറും മൊത്തത്തിലൊരു നിഗൂഢതയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഗ്രേ കളർ ഷെയ്ഡും കുറച്ച് ഡാർക്ക്നെസ് ഒക്കെ ആയിട്ട്. അവിടെ തന്നെ പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്ത ഒന്നാണ് ഈ സ്റ്റെയിൻ ഗ്ലാസ്. അതായത് ഗ്ലാസിൻ്റെ മേലെ പെയിൻറ് ചെയ്യുന്ന ഒരു തരം രീതി. അത് ഈ ചേർച്ചിൻ്റെ വലിപ്പത്തിന് ഭയങ്കരമായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്.
കൊളോൺ പള്ളി തിരികെ എത്തിച്ചു അല്ലേ? ആ ആ ജർമ്മനിയിലെ കൊളോൺ പള്ളിയിൽ തിരികെ എത്തിച്ചു. ഡിവൈൻ ഫീലിംഗ് അല്ലേ? സത്യം പറഞ്ഞാൽ അവിടെ സ്പെൻഡ് ചെയ്യുന്ന ഓരോ മൊമെൻറ്റും കൂടുതൽ ഞാൻ വണ്ടറാവുമായിരുന്നു. ഒന്നാമത് ഇത്രയും വലിയൊരു പള്ളി, അതിൻ്റെ ഉള്ളിൽ തന്നെ മാഗ്നിഫിസൻ്റ് ആയിട്ടുള്ള ആർട്ട് വർക്ക്സും പിന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളും. ഇങ്ങനെയൊന്നും ഞാൻ പേഴ്സണലി വേറെ എവിടെയും കണ്ടിട്ടില്ല. പള്ളീൻ്റെ തന്നെ അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു അറയാണിത്. ഒരു ചേർച്ച്, ഇറ്റ്സ് ലൈക്ക് എ മാൻ മെയ്ഡ് വണ്ടർ. നമുക്കിതിൻ്റെ ഉയരം, അതിൻ്റെ ഒരു ആർക്കിടെക്ചർ രീതിയും ഇത് നമുക്കൊരു ഭയങ്കര വൺ ഓഫ് എ കൈൻഡ് എക്സ്പീരിയൻസ് ആണ്. ആർക്കിടെക്ട് എന്ന് പറയുമ്പോൾ പെയിൻറ്റിങ്സ്, ഗോത്തിക് ആർക്കിടെക്ചറാണ് കേട്ടോ ഇതിനകത്തുള്ളത്. പെയിൻറ്റിങ്സ്, പിന്നെ താഴത്തെ ഫ്ലോറിലുള്ള വർക്ക്, കളർ, പിന്നെ അതിൻ്റെ മൊത്തമായിട്ട് എന്താ പറയുക, കണ്ടിട്ട് മതിയാവുന്നില്ല. സോ ഇതൊക്കെയാണ് കൊളോൺ പള്ളിയിലെ കാഴ്ചകൾ. കണ്ടിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. ക്യാമറയിൽ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും മനസ്സിൻ്റെ ലെൻസിലേക്ക് ഇതെല്ലാം ക്യാപ്ചർ ചെയ്ത് വെക്കാനാണ് ഞാൻ കൂടുതൽ ട്രൈ ചെയ്തത്. ഇതൊക്കെ ലൈഫിൽ ഒരു തവണയെങ്കിലും കാണാൻ പറ്റിയല്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയായി. യൂറോപ്പിലെ ഓരോ ദിവസവും ഞങ്ങളെ കൂടുതൽ അത്ഭുതപ്പെടുത്തുവാണ്. ജർമ്മനിയിലെ കൊളോൺ സിറ്റി ഞങ്ങളിന്ന് തിരിക്കും. സോ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന അടുത്ത ജർമ്മൻ സിറ്റിയായ സ്റ്റുട്ട്ഗാർട്ടിലാണ്. So stay tuned for the next video. Thank you for watching.